Hello, welcome to my YouTube channel UPSC Hub Kerala. നമ്മൾ ഇന്നിവിടെ LDCൻ്റെ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്യാണ്. ഓക്കെ, 25 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പൊതു തിരഞ്ഞെടുപ്പിൽ BJP കേരളത്തിൽ നിന്നുള്ള പ്രഥമ വിജയം കുറിച്ച ലോക്സഭാ മണ്ഡലം. പൊതു തിരഞ്ഞെടുപ്പിൽ BJP കേരളത്തിൽ നിന്നുള്ള പ്രഥമ വിജയം കുറിച്ച ലോക്സഭാ മണ്ഡലം തൃശൂർ. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ചരിത്ര ജയം നേടിയ BJP സ്ഥാനാർത്ഥി. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ചരിത്ര ജയം നേടിയ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. പൊതു തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടിയ സ്ഥാനാർത്ഥി. പൊതു തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടിയ സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി, വയനാട്. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ ലോകസഭാംഗം ആയതിനുള്ള റെക്കോർഡ് കുറിച്ച വ്യക്തി. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ ലോകസഭാംഗം ആയതിനുള്ള റെക്കോർഡ് കുറിച്ച വ്യക്തി 8 തവണ. ആരാണ്? കൊടിക്കുന്നിൽ സുരേഷ്. ഇന്ത്യൻ നാവികസേനയിലെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് എന്ന നേട്ടം കൈവരിച്ച മലയാളി. ഇന്ത്യൻ നാവികസേനയിലെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് എന്ന നേട്ടം കൈവരിച്ച മലയാളി അനാമിക ബി രാജീവ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 ഭാഷാ സമ്മാനം 1 ലക്ഷം രൂപ നേടിയ സംസ്കൃത പണ്ഡിതൻ. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 ഭാഷാ സമ്മാനം 1 ലക്ഷം രൂപ നേടിയ സംസ്കൃത പണ്ഡിതൻ ഡോക്ടർ കെ ജി പൗലോസ്. കേന്ദ്ര മന്ത്രിസഭയിൽ പെട്രോളിയം, ടൂറിസം, പ്രകൃതിവാതക വകുപ്പുകളുടെ സഹമന്ത്രി. കേന്ദ്ര മന്ത്രിസഭയിൽ പെട്രോളിയം, ടൂറിസം, പ്രകൃതിവാതക വകുപ്പുകളുടെ സഹമന്ത്രി സുരേഷ് ഗോപി. കേന്ദ്ര മന്ത്രിസഭയിൽ ന്യൂനപക്ഷകാര്യം, ഫിഷറീസ്, മൃഗസംരക്ഷണം തുടങ്ങിയ വകുപ്പുകളുടെ സഹമന്ത്രി സ്ഥാനം ലഭിച്ച മലയാളി. കേന്ദ്ര മന്ത്രിസഭയിൽ ന്യൂനപക്ഷകാര്യം, ഫിഷറീസ്, മൃഗസംരക്ഷണം തുടങ്ങിയ വകുപ്പുകളുടെ സഹമന്ത്രി സ്ഥാനം ലഭിച്ച മലയാളി ജോർജ് കുര്യൻ. കേരളത്തിന്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി. കേരളത്തിന്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി OR കേളു. ഫോബസ് മാഗസിന്റെ ലോകത്തെ അതിസമ്പന്നരുടെ പട്ടികയിൽ ആദ്യമായി ഇടം നേടിയ മലയാളി വനിത. ഫോബസ് മാഗസിന്റെ ലോകത്തെ അതിസമ്പന്നരുടെ പട്ടികയിൽ ആദ്യമായി ഇടം നേടിയ മലയാളി വനിത സാറ ജോർജ് മുത്തൂറ്റ്. ഫോബസ് മാഗസിന്റെ ലോകത്തെ അതിസമ്പന്നരുടെ പട്ടികയിൽ മലയാളി സമ്പന്നരിൽ 1-ാം സ്ഥാനം നേടിയവര്. ഫോബസ് മാഗസിന്റെ ലോകത്തെ അതിസമ്പന്നരുടെ പട്ടികയിൽ മലയാളി സമ്പന്നരിൽ 1-ാം സ്ഥാനം നേടിയതാര്? MA യൂസഫ് അലി. കേരളത്തിന്റെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി ട്രാൻസ്മുദ്ര തുടങ്ങിയ നഗരം. കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി ട്രാൻസ്മുദ്ര തുടങ്ങിയ നഗരം കോഴിക്കോട്. കോയമ്പത്തൂർ പൊള്ളാച്ചി പാലക്കാട് പാതയിൽ പരീക്ഷണ ഓട്ടം വിജയകരമായി പൂർത്തിയാക്കിയ ഡബിൾ ഡെക്കർ സൂപ്പർഫാസ്റ്റ് ട്രെയിൻ. കോയമ്പത്തൂർ പൊള്ളാച്ചി പാലക്കാട് പാതയിൽ പരീക്ഷണ ഓട്ടം വിജയകരമായി പൂർത്തിയാക്കിയ ഡബിൾ ഡെക്കർ സൂപ്പർഫാസ്റ്റ് ട്രെയിൻ ഉദയ്. 18-ാം ലോക്സഭാ രൂപീകരണത്തിനുള്ള പൊതു തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 20 മണ്ഡലങ്ങളിലേക്കുള്ള പോളിംഗ് നടന്ന ദിവസം. 18-ാം ലോക്സഭാ രൂപീകരണത്തിനുള്ള പൊതു തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 20 മണ്ഡലങ്ങളിലേക്കുള്ള പോളിംഗ് നടന്ന ദിവസം 2024 ഏപ്രിൽ 26. 2024 ഏപ്രിൽ 26. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ രേഖപ്പെടുത്തിയ പോളിംഗ്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ രേഖപ്പെടുത്തിയ പോളിംഗ് 71.27%.
ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലം വടകര 78.41%. വടകര 78.41%. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഏറ്റവും കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഏറ്റവും കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലം പത്തനംതിട്ട 63.37%. 63.37% പത്തനംതിട്ട. 70 വയസ്സിന് മുകളിലുള്ളവരുടെ പ്രഥമ ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിക്കുന്ന മലയാളി. 70 വയസ്സിന് മുകളിലുള്ളവരുടെ പ്രഥമ ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിക്കുന്ന മലയാളി ഹേമചന്ദ്രൻ എം നായർ. ഹേമചന്ദ്രൻ എം നായർ. 2024 SSLC പരീക്ഷയുടെ വിജയശതമാനം. 2024 SSLC പരീക്ഷയുടെ വിജയശതമാനം 99.69%. 99.69%. 46ാമത് അന്റാർട്ടിക് ട്രീറ്റി കൺസൾട്ടേറ്റീവ് മീറ്റിംഗിന് വേദിയായ നഗരം. 46ാമത് അന്റാർട്ടിക് ട്രീറ്റി കൺസൾട്ടേറ്റീവ് മീറ്റിംഗിന് വേദിയായ നഗരം കൊച്ചി. കൊച്ചിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടായി ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ച തുറമുഖം. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടായി ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ച തുറമുഖം വിഴിഞ്ഞം പോർട്ട്. വിഴിഞ്ഞം പോർട്ട്. ജൂണിൽ രജിസ്ട്രേഷൻ ഇടപാടുകൾക്കെല്ലാം ഇ-സ്റ്റാമ്പ് നിർബന്ധമാക്കിയ സംസ്ഥാനം. ജൂണിൽ രജിസ്ട്രേഷൻ ഇടപാടുകൾക്കെല്ലാം ഇ-സ്റ്റാമ്പ് നിർബന്ധമാക്കിയ സംസ്ഥാനം കേരളം. സീറോ വേസ്റ്റ് ടു ലാൻഡ് ഫിൽ അംഗീകാരം നേടിയ ആദ്യ ഇന്ത്യൻ വിമാനത്താവളം. സീറോ വേസ്റ്റ് ടു ലാൻഡ് ഫിൽ അംഗീകാരം നേടിയ ആദ്യ ഇന്ത്യൻ വിമാനത്താവളം തിരുവനന്തപുരം. തിരുവനന്തപുരം. 2024 സിൽവർ ജൂബിലി ആചരിച്ച കേരളത്തിലെ വിമാനത്താവളം. 2024 സിൽവർ ജൂബിലി ആചരിച്ച കേരളത്തിലെ വിമാനത്താവളം സിയാൽ കൊച്ചി. സിയാൽ കൊച്ചി. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ 18 സീറ്റ് നേടി മേധാവിത്വം നേടിയ രാഷ്ട്രീയ സഖ്യം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ 18 സീറ്റ് നേടി മേധാവിത്വം നേടിയ രാഷ്ട്രീയ സഖ്യം UDF. സോ അതാണ് നമ്മുടെ 25th question. So that's all for today. Thank you for watching my video. Do like, share and subscribe to my channel UPSC Hub Kerala. Okay, then see you again.